പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആരാധനയ്ക്ക് ശേഷം യൂത്ത് മീറ്റിങ്ങുമായി കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ശേഷാൽ ഇങ്ങനെയൊരു അവസരം തന്ന പാസ്റ്ററിനും ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കുമുള്ള നന്ദിയെ ആദ്യമേ അറിയിക്കുകയാണ്. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് ഒരു ദൈവവചനം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൈ ഉയർത്തി, സഹോദരന്മാർക്കും സഹോദരിമാർക്കും കൈ ഉയർത്താം. എന്നാൽ ഞാൻ ആദ്യമേ തന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ദൈവത്തിൻ്റെ വചനം അല്പസമയത്തേക്ക് ക്ലോസ് ചെയ്ത് മാറ്റിവെക്കണം. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ റെഫറൻസ് സഹിതം വാക്യമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാവുന്നവർ കൈപൊക്കുക. എല്ലാവർക്കും അവസരമുണ്ട്. എത്ര പേർ കൈപൊക്കിയാലും അവർക്ക് നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മൈക്ക് കൊണ്ട് തന്ന് നിങ്ങൾ ആ വാക്യം അല്ലെങ്കിൽ റെഫറൻസ് പറയുവാനിടയായി തീരണം. എല്ലാവർക്കും പോയിൻ്റ് ലഭിക്കുന്നതായിരിക്കും. അതിനിടയ്ക്ക് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ബൈബിൾ തുറന്നാൽ അത് ഇതായിപ്പോയും ഫെയിലായിപ്പോവും, നിങ്ങൾക്ക് പോയിൻറ്റ്സ് ലഭിക്കുന്നതല്ല. ആദ്യമായിട്ടുള്ള ചോദ്യം, കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എല്ലാവർക്കും എല്ലാ ആഴ്ചകളിൽ തന്നെ നമ്മുടെ ദേവദാസനിലൂടെ കേൾക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഈ വചനം നിങ്ങളെല്ലാവരും മാറ്റിവെക്കണമെന്ന് പറഞ്ഞത്. കാരണം ആർക്കും അത് നോക്കി വായിക്കേണ്ട ആവശ്യമില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒരു വ്യക്തി രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ബൈബിൾ വാക്യം ഏത്? ഞാൻ പറഞ്ഞ് എല്ലാവരും കൈ പൊക്കുക. കൈ പൊക്കി മാത്രം മൈക്ക് നിങ്ങളുടെ ഓരോരുത്തരെയും കൈകളിലേക്ക് തരുന്നതായിരിക്കും. അറിയാവുന്നവർ കൈ പൊക്കുക. പറഞ്ഞോ. റോമർ 10:9 വാക്യം പറയാം. ആ വാക്യം ഫുള്ളായിട്ട് പറയണം. ആമേൻ. എല്ലാവർക്കും ഇനി ആർക്കൊക്കെയാണ് അറിയാവുന്ന കൈപൊക്കുക. അറിയാവുന്നവരെല്ലാവരും കൈപൊക്കുക. എല്ലാവർക്കുമുള്ള അവസരമുണ്ട്. ജാൻസി പറഞ്ഞു. പോയിന്റ് ഒന്ന് എഴുതി വെച്ചേക്കണേ. സെയിം വാക്യം തന്നെ. ரோமர் 10:9 ஏனென்றால் கர்த்தராய் இயேசுவை உன் வாயினிலே அறிக்கையிட்டு தேவன் அவரை மரித்தொழுந்து எழுப்பினார் என்று உன் இருதயத்திலே விசுவாசித்தால் ரட்சிக்கப்படுவாய். പ്രൈസ് ദി ലോർഡ്. ബീന പറഞ്ഞു. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം, വിശ്വാസ സ്നാനം എന്തിനാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ ഏതൊക്കെ? അത് കുറേ വചനങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്യം പറയാം. വിശ്വാസ സ്നാനം എന്തിനാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ ഏതൊക്കെ? തമിഴിലും പറയാം കേട്ടോ. തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലും പറയാം. ഏത് ഭാഷയിൽ വേണമെങ്കിലും പറയാം. കൈ പൊക്കാമോ അറിയാവുന്നവർ? സിറിൽ ബ്രദർ. യെസ്, വാക്യം പറയൂ. യേശുവിനോട് ചേരുക, സ്നാനമേറ്റിരിക്കുന്നു. പറഞ്ഞ ഫുള്ള് പറയണം. അവന്റെ കുരിശുമരണത്തോട് അനുരൂപപ്പെടുക. റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം പറഞ്ഞോ. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കൈപൊക്ക്. ഇതെന്നും നമ്മൾ കേൾക്കുന്ന ബിജു പുറത്ത് പറയൂ. ബിജുവിന് മയക്ക് കൊടുക്കും. വെയിറ്റ് അവർ പറയാനോണ്ടിരിക്കട്ടെ. റെഫറൻസ് പറഞ്ഞിട്ട് പറയണേ. 6:3. യെസ്, എല്ലാവരും ഭഗവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നാം അറിയുന്നില്ലയോ? ഓക്കെ, ഇനി അടുത്ത 16 പറഞ്ഞോ.
ജ്ഞാനസ്നാനം പെറ്റവൻ രക്ഷിക്കപ്പെടുവാൻ. യെസ്, വെരി ഗുഡ്. അടുത്ത ആർക്കെങ്കിലും പറയാനുണ്ടോ? വിശ്വാസ സ്നാനം ആവശ്യമാണ് അല്ലെങ്കിൽ അത് എന്ന് പ്രതിപാദിക്കുന്ന, വിശ്വാസ സ്നാനം എന്തിനാണ് നാം സ്വീകരിക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ബൈബിൾ വാക്യങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. പറയാം. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അവനോടുകൂടെ മരണത്തിൽ കുഴിച്ചെടുക്കപ്പെട്ടു. അതിനിൽ യവനനും ഇല്ല ഇല്ല ഇല്ല, അത് വാക്യം റെഫറൻസ് തെറ്റാണ്. അറിയാവുന്നവരുണ്ടോ അവിടെ റെഫറൻസ്? ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, റെഫറൻസ് അറിയാമോ? ഇനി ആർക്കെങ്കിലും അറിയാമോ വിശ്വാസ സ്നാനം എന്തിനാണ് സ്വീകരിക്കുന്നതെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പറയാമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞോ. മറിഞ്ഞിരിക്കുന്നു. അത് സ്നാനത്തോടനുബന്ധിച്ചതല്ല, സോറി. ഇനി വേറെ എന്തെങ്കിലും വാക്യം ഉണ്ടോ? റെഫറൻസ് പറയാമോ? ഇല്ല. അടുത്തത് ആർക്കെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ. മൈക്ക് കൊടുക്കും മോനെ, അവിടെ മൈക്ക് കൊടുക്കും. അല്ല, അവിടെ 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 ആൻറ്റിക്ക്. ஒருவன் ஜலத்தினாலும் ஆவியினாலும் பிறவாவிட்டால் தேவனுடைய ராஜ்யத்தில் பிரவேசிக்க மாட்டான் என்று மெய்யாகவே மெய்யாகவே உங்களுக்கு சொல்லுகிறேன். റെഫറൻസ് പറയാമോ? ഇല്ല. യോഹന്നാൻ 3:5 അവളുടെ പേരും കൂടി വരുന്നേ. ഓക്കെ, ഇപ്പം ഞാൻ 2-3 വാക്യം പറഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, അത് സ്നാനവുമായിട്ടുള്ള ബന്ധപ്പെട്ടതല്ല. ഓക്കെ, അപ്പം വിശ്വാസ സ്നാനം എന്തിനാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. പ്രധാനമായിട്ടും 3-4 വാക്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെയാണ് റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നാം അറിയുന്നില്ലയോ? ഇനി 2-ാമത്തെ വാക്യം പ്രധാനമായും കർത്താവ് നമുക്ക് തന്ന കൽപ്പനയാണ്. അത് മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള തിരുവചനത്തിലാണുള്ളത്. യേശു അടുത്ത് നിന്ന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഇനി 3-ാമത്തെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത് മാർക്ക് 16:16, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ്. പിന്നെ കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും പറയുന്നുണ്ട്. ഹല്ലേലൂയ. സ്നാനത്തോടൊപ്പം അവനോടുകൂടി അടക്കപ്പെടുകയും അവൻ്റെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് അവൻ്റെ വ്യാപാര ശക്തിയുടെ വിശ്വാസത്താൽ നിങ്ങൾ പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയും അനേകം വാക്യങ്ങളുണ്ട്. ഇത് ഇനി ബിജു ബ്രദറിന് ഒന്നും കൂടെ പറയാം. മേഘത്തിൽ കൂടി കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അതെ, സ്നാനത്തിൻ്റെ മുൻകുറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്യം കൂടിയുണ്ട്. അതുപോലെ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇനി നമുക്ക് അടുത്ത സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിൾ വാക്യം ഏതാണ്? പറയാം. കൈപൊക്കണം. ആരാണ് പറയുന്നതെന്ന് കൈപൊക്കുക. അത് ഫുൾ വാക്യമായിട്ട് പറയണം. പറഞ്ഞോ, മൈക്ക് കൊടുക്കും. ഭൂമിയിലും വേറൊരു നാമമില്ലേ? പറഞ്ഞോ. അവരല്ലെങ്കിൽ രക്ഷിപ്പില്ലേ മേലെ വാനത്തിലും കീഴേ ഭൂമിയിലും അവരെ അല്ലാமல் വേറൊരു നാമവും ഇല്ല. പകുതി ശരിയാണ്. ഫുള്ളായിട്ട് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ. മറ്റൊരുത്തരിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം. അതിനൊരു പോയിന്റ് കൊടുക്കും നിസിറിന്. ഓക്കെ. ഞാൻ ചോദിച്ച ചോദ്യം, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന്
പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വചനഭാഗം അല്ലെങ്കിൽ ബൈബിൾ വാക്യം ഏതാണ്? അത് അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യമാണ്. മറ്റൊരുത്തിനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ടിട്ടുള്ള വേറെ ഒരു നാമവുമില്ല. സോറി, ബൈബിൾ തുടർക്കരുത്, അടച്ചു വെക്കുക പ്ലീസ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനാണ്. യേശുക്രിസ്തു മാത്രമേ മധ്യസ്ഥനുള്ളൂ എന്ന് പ്രതിപാദിക്കുന്ന ബൈബിൾ വാക്യം ഏതാണ്? അല്ല വെയിറ്റ് ചെയ്ത ആൻസി ആദ്യം പറയട്ടെ. ബാക്കി ഓർക്കുന്നില്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കുക. 1 തീമോഥെയോസില് ദൈവം ഒരുവനല്ലോ, മനുഷ്യർക്കും ദൈവത്തിനിടയിൽ മധ്യസ്ഥൻ. റെഫറൻസ് പറയുക. 1 തീമോഥെയോസ് 2:4. പറയാൻ പറ്റില്ല. അത് ഡൗട്ട് ഉള്ളത് അടുത്ത ആൾക്ക് കൊടുക്കുക. ആർക്കെങ്കിലും അറിയാമോ? നിങ്ങളുടെ ഭാഗത്ത് അറിയാമോ? യേശുക്രിസ്തു മാത്രമേ മധ്യസ്ഥനുള്ളൂ എന്ന് പ്രതിപാദിക്കുന്ന ബൈബിൾ വാക്യം വ്യക്തമായിട്ട് വചനത്തിലുണ്ട്. ആർക്കും അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറയുന്നത് എനിക്ക് പോയിന്റ് ഇട്ടേക്കണം കേട്ടോ. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അത് 5ഉം 6ഉം വാക്യങ്ങളാണ്. ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ, നമുക്ക് വേണ്ടി മറുവലയായി തീർന്ന മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് 1 തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-6 വാക്യം. പ്ലീസ് നിങ്ങൾ എല്ലാവരും ഇത് എഴുതി വെക്കുക. ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാംസ് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ ഇത് ഉപകരിക്കും. അതുകൊണ്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി 5-ാമത്തെ ചോദ്യമാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് പ്രതിപാദിക്കുന്ന ബൈബിൾ വാക്യം ഏതാണ്? വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് പ്രതിപാദിക്കുന്ന ബൈബിൾ വാക്യം ഏത്? പുറപ്പാട്. യെസ്, പറഞ്ഞു. ചെയ്യരുത്. വെരി ഗുഡ്. പക്ഷെ റെഫറൻസ് പറയണം. അല്ല, 3-ാം ഭാഗമല്ല. അത് പോയിന്റ് ഇല്ല അവിടെ. ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടോ? പുറപ്പാട് 20:2. 20:2 അല്ല. ആർക്കെങ്കിലും അറിയാം? ബിജു പറയൂ. പറഞ്ഞോ. 10 അല്ല. ഓക്കെ, 20:4. അവൾക്ക് ഒന്നും കൂടെ കൊടുക്കൂ. ഒരു പോയിന്റ് ചാൻസിക്ക്. 20:4 പറഞ്ഞു. ആവർത്തനം 4:16-17. പറഞ്ഞു. ഹോരോവിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായപ്പോൾ അവനൊരു രൂപവും കണ്ടില്ല. മേലെ സ്വർഗത്തിലെങ്കിലും ഭൂമിയിലുള്ള യാതൊന്നിൻ്റെ സ്വരൂപം കണ്ടില്ല. തീയുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു രൂപവും കണ്ടില്ല. അതുകൊണ്ട് ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും യാതൊരു പ്രതിമയെ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്, അതിനെ ആരാധിക്കരുത്. ഓക്കെ, ബിജുവിന് ഒരു പോയിന്റ് കൊടുക്കുക. ഇനി ആർക്കെങ്കിലും അറിയാമോ? ഒരുപാട് വാക്യങ്ങളുണ്ട് നമ്മുടെ വചനത്തിൽ. ഞാൻ 2-3 വചനങ്ങൾ ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്, അതിനെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി 2-ാമത്തത്, ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം പറയുന്നു. ശില്പിയുടെ കൈപ്പണിയായ യഹോവയ്ക്ക് അറപ്പായ യാതൊരു വിഗ്രഹവും കൊത്തിയോ ഉണ്ടാക്കിയോ വെച്ച് രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിഗ്രഹങ്ങളെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാരമ്പര്യത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ പോയി നമസ്കരിക്കുകയോ അതിനെ തിരികത്തിക്കുകയോ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവസാനിപ്പിച്ചോണം. കാരണം അങ്ങനെയുള്ളവർക്ക് ദൈവം പറഞ്ഞിട്ടുണ്ട് 3-ഉം 4-ഉം തലമുറ വരെ അവരെ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളോട് 1000 തലമുറ വരെ ദയ കാണിക്കുമെന്നും വചനം നമ്മളെ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പറയുന്നു, പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധന വിട്ടോടുവിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അടുത്തത് പറയാമോ? ഒന്നുകൂടെ പറഞ്ഞു.
ആ ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കരവേലയും ആക്കി വായുണ്ട്, സംസാരിക്കുന്നില്ല, കാതുണ്ട്. അത് 115 115 അധ്യായത്തിലാണ്. 35 ഉണ്ട്. 135 ഉണ്ട്. ഓക്കെ, അത് ഒരു പോയിന്റ് സിബിക്ക് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അടുത്തത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിൾ വാക്യം ഏതാണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിൾ വാക്യം ഏതാണ്? പറയാം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായതീർപ്പെക്കുറിച്ചും ബോധം വരുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റെഫറൻസ് പറയാം. യോഹന്നാൻ 14 അല്ല, അറിയാവുന്ന ഒരു വാക്യം അറിയാവുന്നവർ പറയാമോ? പറഞ്ഞോ. അല്ല പറഞ്ഞോ ബിജു. പറഞ്ഞോ 7 8. ഓക്കെ, വെരി ഗുഡ്. ഒരു ഇത് കൊടുക്കാം. യോഹന്നാൻ, അത് വാക്യം ഒന്നുകൂടി പറയാമോ ബിജു? റെഫറൻസ് പറഞ്ഞു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മ നമുക്ക് ബോധം വരും. ആദ്യം അങ്ങനെയാണ് പറഞ്ഞത്, പക്ഷേ റെഫറൻസ് പറയാത്തത് കൊണ്ട് പോയിന്റ് അവിടെ പോകും. ഹല്ലേലൂയ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്നാണ് ആ വചനം. യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 8 വാക്യം. ഹല്ലേലൂയ. ഇനി അടുത്ത ഒരു വാക്യം കൂടെ. ഒന്ന് പറഞ്ഞു. 2 തീമോഥെയു 1 അധ്യായം 7 വാക്യം. പോയിന്റ് കൊടുക്കൂ. ഇനി ഏതെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിസിക്ക് ബൈബിൾ ഇത് കൊടുക്കാം, മൈക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിൽ മുദ്രയിട്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം. റെഫറൻസ് അറിയത്തില്ലെങ്കിൽ അത് അസാധുവായി പോയി. ഇനി അടുത്തത് വേറെ ആരെങ്കിലും ഉണ്ടോ? സമാരിയാവിലും ഭൂമിயின் കടൈസി വരെ എനിക്ക് സാക്ഷികളായിരിക്കും. അത് റെഫറൻസ് അപ്പോസ്തലപ്രവൃത്തി 2 അല്ല, 1 അധ്യായം അതിൻ്റെ 8 വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലും വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1:8 വാക്യം. ഇനി അടുത്ത പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 26 വാക്യമാണ്. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളെ എല്ലാം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ജോലി. അതായത് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് കടന്നു പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വന്നാണ് നമ്മളെ സകലവും ഉപദേശിച്ചു തരികയും കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സുവിശേഷത്തിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരെല്ലാവരും പ്രാപിക്കുക തന്നെ ചെയ്യണം. അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അടുത്തത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തുവിനെ പറഞ്ഞു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവനിലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിനെ പറ്റിയായി. അത് ഏത് വാക്യം? 7:49 7:37 എഴുതി വെക്കും. ബിജുവിനൊരു പോയിന്റ്. ഇനി അടുത്തത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ അല്ലെങ്കിൽ രഹസ്യമാക്കി വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തുന്ന ദൈവവചന ഭാഗം ഏതാണ്? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ രഹസ്യമാക്കി വെക്കുകയോ. പലരൊക്കെ പറഞ്ഞിട്ടില്ലയോ ഞാൻ സ്നാനപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാരമ്പര്യത്തിൽ തന്നെയാണ് പോകുന്നത്. അതായത് പേടി കൊണ്ടോ, അല്ലെങ്കിൽ പേരൻസിനെ പേടി കൊണ്ടോ, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ഭാര്യമാരെ പേടി കൊണ്ടോ, സഹോദരങ്ങളെ പേടി കൊണ്ടോ ഒക്കെ നമ്മൾ രഹസ്യമാക്കി വെക്കാറുണ്ട്, അല്ലെങ്കിൽ തള്ളിപ്പറയാറുണ്ട് യേശുക്രിസ്തുവിനെ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കൈവങ്കം. மறக்கிறவர்களே இதை சிந்தித்துக் கொள்ளுங்கள்.
അല്ല, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതുകൊണ്ട് അത് അതിന് പോയിന്റ് ലഭിക്കുന്നതല്ല. വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഞാനൊരു ക്ലൂ തരാം. പുതിയ നിയമത്തിലാണ്. അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മനുഷ്യപുത്രന്റെ നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. ഇല്ല, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോറി. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 32-33 വാക്യത്തിലാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഇത്. ഈ എല്ലാവരും അത് ഓർമ്മയിൽ വെക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം നാം യേശുക്രിസ്തുവിനെ മനഃപൂർവ്വമായി തള്ളിക്കളയുകയോ രഹസ്യമാക്കി വെക്കുകയോ ചെയ്താൽ, നമ്മുടെ കുടുംബക്കാരോട് നമ്മൾ സ്നാനപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല, ഞാൻ അവിടെ പോകുന്നത് നമ്മുടെ സഭയിൽ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സഭയിലാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ കർത്താവ് നമ്മളെ രക്ഷപ്പെടുത്തത്തില്ല, നമ്മളെ തള്ളിക്കളയുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത് 8-ാമത്തെ ചോദ്യം. വിശ്വാസത്തിൽ വന്നതിന് ശേഷം പാപം, അത് അവസാനത്തെ ചോദ്യമാണ്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം പാപം മൂലമോ പാരമ്പര്യ ബന്ധനത്തിൽപ്പെട്ടോ മനഃപൂർവ്വം പിന്മാറിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിൻ്റെ റെഫറൻസും അതിൻ്റെ വാക്യങ്ങളും പറയുക. വിശ്വാസത്തിൽ വന്നതിന് ശേഷം പാപം മൂലമോ അല്ലെങ്കിൽ പാരമ്പര്യത്തെ പേടിച്ചോ മാതാപിതാക്കളെ പേടിച്ചോ നമ്മൾ മനഃപൂർവ്വം പിന്മാറിപ്പോയാൽ, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പറയാമോ? ഒരു തരം പ്രകാശിപ്പിക്കപ്പെട്ടും ദേവന്റെ കുമാരനെ കാലിൻ കീഴ് മിരിത്ത്. വാക്യം പറയാമോ? എബ്രായർ 6. വാക്യം അറിയത്തില്ലാത്തതുകൊണ്ട് അത് അസാധ്യം ആയി പോകുന്നു. ഇനി വേറെ ആർക്കെങ്കിലും പറയാമോ? പുതിയ നിയമത്തിലാണ്. ഞാനൊരു ക്ലൂ തരാം. പുതിയ നിയമത്തിലാണ്. എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വിശ്വാസത്തിൽ വന്നതിന് ശേഷം, അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം നമ്മൾ മനഃപൂർവ്വമായി പാപം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാരമ്പര്യത്തിന് ബന്ധനം കൊണ്ടോ പേടി കൊണ്ടോ ഭയം കൊണ്ടോ ഒക്കെ നാം പിന്മാറിപ്പോയാൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പറയാമോ? അല്ല, പറയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ഞാൻ പറഞ്ഞോട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം പറയുന്നു, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പിന്മാറിപ്പോയാൽ പാപത്തിന് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു ക്രോധാഗ്നിയുമേ ഉള്ളൂ, എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒരു വാക്യം കൂടെ ഉണ്ട്. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവൻ്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിപ്പോയി എന്നും അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തവും ശക്തവുമായിട്ടുള്ള പറഞ്ഞിരിക്കുന്ന ദൈവവചനമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും ഇത് വായിക്കുകയും ഇതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാം. ഞാനിത് റെഫറൻസ് ഒന്നും എഴുതിയിട്ടില്ല, കാണാതെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാനും ഒരു ഇത് കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാണാതെ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ബിജു ചാക്കോ, 4 പോയിന്റ്. സിസ്റ്റർ ജാൻസി എബിൻ 3 പോയിന്റ്. ഓക്കെ, ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഞാൻ പിന്നെ തരുന്നതായിരിക്കും കേട്ടോ അടുത്ത യൂത്ത് മീറ്റിങ്ങിന്.